നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. അതിപ്രധാന വാർത്തകൾ. ഭരണഘടനാ ആമുഖത്തിലെ സോഷ്യലിസം, മതേതരത്വം വാക്കുകൾ പുനഃപരിശോധിക്കണം. ആവശ്യമുയർത്തി RSS സർക്കാര്യവാഹ് ദത്താത്രേയ ഹൊസബളെ. BR അംബേദ്കർ തയ്യാറാക്കിയ ആമുഖത്തിൽ ഈ വാക്കുകളില്ല. അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് സർക്കാർ കൂട്ടിച്ചേർത്തത്. വാക്കുകൾ എങ്ങനെ കടന്നുകൂടിയെന്ന് അന്വേഷിക്കണമെന്നും ഹൊസബളെ. ഇന്ദിരാഗാന്ധി സോഷ്യലിസവും മതേതരത്വവും എഴുതി ചേർത്തത് ഭരണഘടനയെ ബുൾഡോസ് ചെയ്തെന്ന് ജെ നന്ദകുമാർ. ബംഗ്ലാദേശിൽ ഹിന്ദുവേട്ട അവസാനിക്കുന്നില്ല. ദുർഗാക്ഷേത്രം ഇടിച്ചു നിരത്തി നടപടി. വിശ്വാസികളുടെ പ്രതിഷേധം വകവയ്ക്കാതെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് യൂനൂസ് സർക്കാർ കൂട്ടുനിൽക്കുന്നുവെന്ന് ഭാരതം. ബംഗാളിൽ കൂട്ടമാനഭംഗം. കൊൽക്കത്ത ലോ കോളേജിൽ നിയമ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് നേതാവടക്കം 3 പേർ അറസ്റ്റിൽ. ചൈനീസ് പ്രതിരോധ മന്ത്രിയെ കണ്ട് രാജ്നാഥ് സിംഗ്. ഉഭയകക്ഷി ബന്ധം ശക്തമാക്കാൻ ധാരണ. കൈലാസയാത്ര പുനരാരംഭിച്ചതിൽ സന്തോഷമറിയിച്ച് ഭാരതം. വാർത്തയിലേക്ക്. ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത സോഷ്യലിസം, മതേതരത്വം എന്നീ വാക്കുകൾ പുനഃപരിശോധിക്കണമെന്ന് RSS സർക്കാര്യവാഹ് ദത്താത്രേയ ഹൊസബളെ. നീണ്ട ചർച്ചകൾക്കൊടുവിൽ BR അംബേദ്കറുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ ആമുഖത്തിൽ ഈ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് സർക്കാർ കൂട്ടിച്ചേർത്ത വാക്കുകളാണിതെന്നും ദത്താത്രേയ ഹൊസബളെ വ്യക്തമാക്കി. ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത സോഷ്യലിസ്റ്റ്, മതേതരത്വം എന്നീ വാക്കുകൾ പുനഃപരിശോധിക്കണമെന്നും വിഷയത്തിൽ വിശദമായ ചർച്ച നടക്കണമെന്നും RSS സർക്കാര്യവാഹ് ദത്താത്രേയ ഹൊസബളെ പറഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് സർക്കാർ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ വാക്കുകൾ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയത്. ആഴത്തിലുള്ള ചർച്ചകൾക്കൊടുവിൽ ഭരണഘടനാ ശില്പി BR അംബേദ്കറുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, മതേതരത്വം എന്നീ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അടിയന്തരാവസ്ഥയുടെ 50 വർഷം തികയുന്ന അവസരത്തിൽ അത് ചർച്ച ചെയ്യാനും തിരുത്താനും അവസരമുണ്ടാകണമെന്നും ദത്താത്രേയ ഹൊസബളെ പറഞ്ഞു. लोगों को मालूम है सेक्युलरिज्म और सोशलिज्म के वो प्रस्तावना में नहीं थे, पहले प्रियम्बल में नहीं थे. उन 2 शब्दों को जोड़ा है. प्रियम्बल शाश्वत रूप से है. क्या सोशलिज्म के विचार आइडियोलॉजी के नाते क्या शाश्वत है भारत के लिए? तो क्या वो रहनी चाहिए प्रस्तावना में? ये विचार होना चाहिए. क्योंकि मैं जानता हूं संविधान के निर्माता डॉक्टर बाबा साहेब अम्बेडकर जी के नाम जिस भवन पर है, उसमें मैं खड़े होकर बता रहा हूं, ये बाबा साहेब अम्बेडकर ने जो संविधान बनाया था उसके प्रस्तावना में ये 2 शब्द नहीं थे. മതേതരത്വം സർക്കാർ നയങ്ങളിൽ സ്വാഭാവികമായും ഉൾപ്പെടുത്തുന്നുണ്ട്. സോഷ്യലിസം ഭാരതത്തിന്റെ നിലനിൽപ്പിന് ഗുണകരമായ ആശയമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് രാജ്യത്തെയും ജനങ്ങളെയും ദ്രോഹിച്ചവരാണ് ഇപ്പോൾ ഭരണഘടനയും ഉയർത്തിപ്പിടിച്ച് നടക്കുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് കോൺഗ്രസ് മുഴുവൻ രാജ്യത്തോടും മാപ്പ് പറയണമെന്നും ദത്താത്രേയ ഹൊസബളെ ആവശ്യപ്പെട്ടു. ജനം, ഡൽഹി. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ വിഭാവനം ചെയ്ത ഭരണഘടനയെ ബുൾഡോസ് ചെയ്താണ് ഇന്ദിരാഗാന്ധി സോഷ്യലിസവും മതേതരത്വവും എഴുതി ചേർത്തതെന്ന് പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജക് ജെ നന്ദകുമാർ. RSS സർക്കാര്യവാഹ് ദത്താത്രേയ ഹൊസബളയുടെ പ്രസംഗത്തിൽ എവിടെയും ഇവ രണ്ടും എടുത്തു കളയണമെന്ന് പറഞ്ഞിട്ടില്ല. ഇവ ഗൗരവതരമായ ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്നാണ് പറഞ്ഞതെന്നും ജെ നന്ദകുമാർ ജനം TVയോട് പറഞ്ഞു. ഡൽഹിയിൽ നിന്നും S ശ്രീകാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അടിയന്തരാവസ്ഥയുടെ കാലത്ത് ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന തിരുത്ത് അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് RSS സർക്കാര്യവാഹ് ദത്താത്രേയ ഹൊസബളെ നടത്തിയ ഒരു പ്രസംഗം
അതിപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അതേക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പം ചേരുന്നത് പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജക കൂടിയായ ജെ നന്ദകുമാറാണ്. അദ്ദേഹത്തോട് നമുക്ക് അതേ സംബന്ധിച്ച് ചോദിക്കാം. ഇപ്പോൾ നിലവിൽ വലിയൊരു ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ മാത്രമല്ല രാജ്യമൊട്ടാകെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പ്രസംഗം വലിയ ചർച്ചയാകുന്നുണ്ട്. അതായത് സെക്യുലറിസം ഒപ്പം തന്നെ സോഷ്യലിസം എന്നീ രണ്ട് വാക്കുകൾ അതിൻ്റെ പ്രിയാമ്പിളിൽ നിന്നും എടുത്തു മാറ്റണം എന്ന രീതിയിലേക്കാണ് ചർച്ച പോകുന്നത്. യഥാർത്ഥത്തിൽ ദത്താത്രേയ ഹൊസബളെ സർക്കാരുവാഹ് എന്താണ് ഉദ്ദേശിച്ചത്? ഒന്നാമത്തെ കാര്യം, ഇത് അഖില ലോക പ്രധാനമായൊരു ചർച്ചയായിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഭരണഘടനയുടെ ആദ്യത്തെ പ്രതിയിൽ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ട ഭീംറാവു റാംജി അംബേദ്കറുടെ നേതൃത്വത്തിൽ ആദ്യം അംഗീകരിച്ച ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ ആമുഖത്തിൽ സെക്യുലറിസവും സോഷ്യലിസവും ഇല്ല. അത് 1976 ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ജനാധിപത്യവും ഭരണഘടന ഉൾപ്പെടെയുള്ള നിയമവ്യവസ്ഥകളും കശാപ്പ് ചെയ്തിരുന്ന സമയത്ത് തിരികെ കയറ്റിയ രണ്ട് പദങ്ങളാണ്. അതെങ്ങനെയാണ് ഭരണഘടനയിൽ വന്നത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എവിടെയും അത് രണ്ടും എടുത്തു കളയണം എന്ന് പറഞ്ഞിട്ടില്ല. അതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഉദ്ദേശവും. എമർജൻസിയുടെ അടിയന്തരാവസ്ഥയുടെ 50-ാം വർഷത്തെ ആചരിക്കുന്ന ഈ സന്ദർഭത്തിൽ ജനാധിപത്യ വ്യവസ്ഥയെക്കുറിച്ച് വീണ്ടും പുതിയ കാലത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം വിഷയങ്ങൾ കൂടി ഗൗരവതരമായ ചർച്ചയ്ക്ക് വിധേയമാക്കണം എന്നതാണ് അദ്ദേഹം പറഞ്ഞതും അദ്ദേഹം ഉദ്ദേശിച്ചതും. ആ സ്ഥാനത്ത് അദ്ദേഹം ഈ രണ്ട് പദങ്ങൾ നീക്കം ചെയ്യണം എന്ന് പറഞ്ഞു എന്ന മട്ടിലുള്ള വളച്ചൊടിക്കലുകൾ, അസത്യം പ്രചരിപ്പിക്കുക എന്ന കാര്യമാണ് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി കൂടിയ സമയത്ത് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ പല കാര്യങ്ങളും ചർച്ചയ്ക്ക് വന്നതിന് ശേഷമാണ് ഭരണഘടനയിലേക്ക് ഇടം പിടിക്കുന്ന സാഹചര്യമുണ്ടായത്. പക്ഷേ ഈ അടിയന്തരാവസ്ഥ സമയത്ത് ഈ രണ്ട് പദങ്ങളും ഇതിലേക്ക് ബലമായി കൂട്ടിച്ചേർക്കപ്പെട്ടു. അതിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളാത്തതാണ് എന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നങ്ങ് പറയുന്നത്? ഇപ്പോൾ ആർട്ടിക്കിൾ 1 അതിൽ കൃത്യമായി അവതരിപ്പിക്കപ്പെടുന്ന ഒന്നാണ് നമ്മുടെ പ്രിയാമ്പിൾ. അത് അംഗീകരിക്കപ്പെട്ടതിന് ശേഷം അതായത് ചർച്ച ചെയ്ത് അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് 1948 ആദ്യം നവംബറിൽ, പിന്നീട് ഡിസംബർ 3-ാം തീയതി മൊത്തത്തിൽ 3 തവണയാണ് ഒരംഗം KT ഷാ എന്ന് പറയുന്ന അംഗം ഇതിൽ സെക്യുലറിസവും സോഷ്യലിസവും കൂടി, ആദ്യം അദ്ദേഹം അവതരിപ്പിച്ച അമെൻമെൻറ്റിൽ സെക്യുലറിസവും ഫെഡറൽ സോഷ്യലിസവും കൂടി ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടു. അംബേദ്കർ തന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായ അംബേദ്കർ തന്നെ വളരെ കൃത്യമായി പറഞ്ഞു, ഐ ഡു റിഗ്രറ്റ് ടു സേ ദാറ്റ് ഐ ആം റിജക്റ്റിംഗ് ദിസ് ഐഡിയ. ഇതിനെ ഞാൻ തള്ളിക്കളയാനുള്ള കാരണവും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഡോക്ടർ അംബേദ്കർ വിഭാവനം ചെയ്ത കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ചർച്ച നടത്തി ഭാരതത്തിൻ്റെ യഥാർത്ഥ ഭരണഘടന എന്ന് പറയുന്നതിനെ ടാമ്പർ ചെയ്യുകയാണ് 1976 ചെയ്തത് എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. ഇപ്പോൾ സത്യത്തിൽ ചരിത്രം പരിശോധിച്ചാൽ ഒരു മതേതരത്വം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താ? മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദം ഉണ്ടാവണം എന്ന ആശയമാണത്ര ഇവരെല്ലാവരും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അത്തരം ഒരു ആശയം പ്രിയാമ്പിളിൽ തന്നെ തെളിഞ്ഞു നിൽക്കേണ്ട കാലഘട്ടം 1947, 48, 49 കാലഘട്ടമാണ്. കാരണം ഞാൻ പറയാതെ തന്നെ സർവർക്കും അറിയാവുന്നതാണ്. വിഭജനത്തിലേക്ക് നയിക്കപ്പെട്ട സംഭവങ്ങളും വിഭജനാനന്തര കലാപത്തിൻ്റെയൊക്കെ മുറിവുണങ്ങാതിരിക്കുന്ന സമയത്തായിരുന്നു അത് ഉൾപ്പെടുത്തപ്പെടേണ്ടിയിരുന്നത്. അന്ന് ഭീംറാവു റാംജി അംബേദ്കറെ പോലുള്ള മഹാനുപുരുഷന്മാർ, കല്ലാടി കൃഷ്ണസ്വാമിയെ പോലുള്ള ആൾക്കാർക്ക്, രാജഗോപാലാചാര്യയെ പോലുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ടറിയാമായിരുന്നു ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ ഈ വാക്കുകൾ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, നേരത്തെയും പറഞ്ഞത്, ഇത് ആവശ്യപ്പെട്ടിരുന്നു. 3 തവണ ചർച്ച ചെയ്തതിന് ശേഷം വേണ്ട എന്ന് തീരുമാനിച്ചതാണ്. എന്നാൽ 76 ആരും ആവശ്യപ്പെട്ടിട്ടുമില്ല. നിയമമന്ത്രി അതൊരു ബില്ലായിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്തത്, ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെയെങ്കിൽ ഈ അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം ആഘോഷിക്കേ RSS സർക്കാരുവാഹ് ഇങ്ങനെയൊരു ആവശ്യം ഇങ്ങനെയൊരു ചർച്ച വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അത് രാജ്യം ചർച്ച ചെയ്യട്ടെ എന്ന നിലപാട് തന്നെയാണോ RSSനുള്ളത്? തീർച്ചയായിട്ടും ചർച്ച ചെയ്യണമല്ലോ. ചർച്ച എന്തിനാണ് ഭയക്കുന്നത്?
ഇത് വന്ന വഴി ഏതെന്ന് അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ, വളരുന്ന തലമുറ ഈ സത്യം മനസ്സിലാക്കണ്ടേ. 50-ൽ അംഗീകരിക്കപ്പെട്ട ഭരണഘടനയിൽ ഇതുണ്ടോ? ഇല്ല. അന്ന് ആരും ആവശ്യപ്പെടാത്തത് കൊണ്ടാണോ ഇല്ലാതിരുന്നത്? അല്ല, ആവശ്യപ്പെട്ടിരുന്നു, ചർച്ച ചെയ്തു, വേണ്ടാന്ന് തീരുമാനിച്ചു. അപ്പോൾ 50-ലെ ഒറിജിനൽ ആദ്യം അവതരിപ്പിച്ച ഭരണഘടനയിൽ ഇതില്ല. പിന്നെ 26 വർഷങ്ങൾക്ക് ശേഷം ഏതൊരു സാഹചര്യം കൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തേണ്ടി വന്നത്? സ്വാഭാവികമായിട്ടും ചിന്താശേഷിയുള്ള പുതിയ തലമുറ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം. ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാൻ ശ്രമിച്ചതായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി. വധിക്കാൻ സാഹചര്യം ഒരുങ്ങിയില്ലെന്നും പ്രതിരോധ മന്ത്രി. ആക്രമണത്തിന് ശേഷം ഇറാൻ ഒന്നും നേടിയില്ലെന്ന് അലി ഖമേനി ഇന്നലെ പറഞ്ഞിരുന്നു. ആണവശേഖരം ഇറാൻ കടത്തി എന്ന തരത്തിലുള്ള പ്രചാരണവും അമേരിക്ക നിഷേധിച്ചു. ഇറാനെതിരെ ശക്തമായ ആക്രമണം നടക്കുന്ന വേളയിലാണ് ഖമേനി ഒളിവിൽ പോയത്. ഒളിയിടം കണ്ടെത്തി ഖമേനിയെ വധിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നതായാണ് ഇസ്രായേൽ ഖാട്സ് വ്യക്തമാക്കിയത്. വൻതോതിൽ ഖമേനിക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ലെന്നും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഖാട്സ് അറിയിച്ചു. വധിക്കാനുള്ള നീക്കം ഖമേനി തിരിച്ചറിഞ്ഞിരുന്നു. തുടർന്നാണ് അതീവ രഹസ്യത്താവളത്തിലേക്ക് അദ്ദേഹം മാറിയതെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. അമേരിക്ക ആക്രമണത്തിൽ നിന്നും ഒന്നും നേടിയില്ലെന്നും ഇന്നലെ ഖമേനി പറഞ്ഞിരുന്നു. ഇറാനുമേൽ വ്യോമാധിപത്യം സ്ഥാപിക്കുകയും ആണവശേഷി തകർക്കുകയുമായിരുന്നു ഇസ്രയേലിന്റെ പ്രധാന ലക്ഷ്യം. അമേരിക്ക യുദ്ധത്തിന് ഇറങ്ങുമെന്ന് അറിയുമായിരുന്നെങ്കിൽ ആക്രമണത്തിന് മുതിരില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ആണവശേഖരം ഇറാൻ കടത്തിയെന്ന തരത്തിലുള്ള പ്രചരണം അമേരിക്ക നിഷേധിച്ചു. So I'm not aware of any intelligence that I've reviewed that says things were not where they were supposed to be. ആണവ കേന്ദ്രങ്ങൾക്ക് വലിയ തോതിൽ നാശം സംഭവിച്ചതായും അമേരിക്ക അറിയിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചൈനീസ് പ്രതിരോധ മന്ത്രി അഡ്മിറൽ ഡോൺ ജൂനുമായി കൂടിക്കാഴ്ച നടത്തി. ഷാങ്ഹായ് ഉച്ചകോടിയോടനുബന്ധിച്ചാണ് പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. ഉഭയകക്ഷി ബന്ധം ഊഷ്മളമായി മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് ഇരു രാജ്യങ്ങളുടെയും ഉത്തരവാദിത്തമാണെന്ന് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ഷാങ്ഹായ് ഉച്ചകോടിയോടനുബന്ധിച്ച് ചൈനയിലെ കിങ്ദാവോയിൽ നടന്ന പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിനിടയിലാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചൈനീസ് പ്രതിരോധ മന്ത്രി അഡ്മിറൽ ഡോൺ ജുനുവുമായി കൂടിക്കാഴ്ച നടത്തിയത്. സങ്കീർണതകൾ ഒഴിവാക്കി ഉഭയകക്ഷി ബന്ധം ഊഷ്മളമായി മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് ഇരു രാജ്യങ്ങളുടെയും ഉത്തരവാദിത്തമാണെന്ന് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. വർഷങ്ങൾക്ക് ശേഷം മാനസ് സരോവർ യാത്ര പുനരാരംഭിച്ചതിൽ സന്തോഷം അറിയിച്ചു. ഭാവിയിൽ ഇരു രാജ്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള ക്രിയാത്മകമായ ചർച്ചകൾ നടന്നതായും കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് രാജ്നാഥ് സിംഗ് അറിയിച്ചു. ബീഹാറിൽ നിന്നുള്ള മധുബനി പെയിന്റിംഗ് ആണ് രാജ്നാഥ് സിംഗ് ചൈനീസ് പ്രതിരോധ മന്ത്രിക്ക് സമ്മാനിച്ചത്. പഹൽഗാം ഭീകരാക്രമണം പരാമർശിക്കാത്തതിനാൽ ഷാങ്ഹായ് സഹകരണ പ്രസ്താവനയിൽ ഒപ്പുവെക്കില്ലെന്ന് പ്രതിരോധ മന്ത്രി നേരത്തെ നിലപാടെടുത്തിരുന്നു. ഭാരതത്തിന്റെ കടുത്ത എതിർപ്പിനെ തുടർന്ന് സംയുക്ത പ്രസ്താവന ഒഴിവാക്കി. ഭീകരരുടെ പ്രഭവ കേന്ദ്രങ്ങൾ സുരക്ഷിതമായിരിക്കില്ലെന്നും പാകിസ്ഥാനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് രാജ്നാഥ് സിംഗ് പ്രതികരിച്ചിരുന്നു. ജനം, ഡൽഹി. തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം ഹാങ്കറിലേക്ക് മാറ്റും. വിമാനത്താവളത്തിലെ പ്രത്യേക ഹാങ്കറിലേക്കാണ് മാറ്റുക. പ്രത്യേക ഉപകരണങ്ങളുമായി ബ്രിട്ടനിൽ നിന്നും എഞ്ചിനീയറിംഗ് വിദഗ്ധർ എത്തിയതിന് ശേഷമാകും ഹാങ്കറിലേക്ക് മാറ്റുക. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, എപ്പോഴായിരിക്കും ഹാങ്കറിലേക്ക് മാറ്റുക? മറ്റു വിവരങ്ങൾ കൂടി. കെ പി സുരേഷ്, ബ്രിട്ടനിൽ നിന്നുള്ള പ്രത്യേക സംഘം തിരുവനന്തപുരത്തെത്തും. ഇതും ശരി, യുദ്ധോപകരണങ്ങൾ നന്നാക്കുന്ന അല്ലെങ്കിൽ ഈ വിമാനം നന്നാക്കുന്ന പ്രത്യേക ഉപകരണങ്ങളുണ്ട്. ആ ഉപകരണങ്ങളുമായിട്ടാണ് ഈ പ്രത്യേക സംഘം എത്തുന്നത്. സംഘം എത്തിയതിനു ശേഷം മാത്രമാകും ഹാങ്കറിലേക്ക് മാറ്റാനുള്ള തീരുമാനങ്ങളും നീക്കങ്ങളും നടക്കുക. അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു അറിയിപ്പ് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും എത്തിയത്. നിലവിൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തന്നെയാണ് വിമാനമുള്ളത്. അതിൽ ഉദ്യോഗസ്ഥരടക്കം എത്തിയതിനു ശേഷം മാത്രമാണ് ഈ ഹാങ്കറിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങൾ നടക്കുക. ഭാരതം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. ഈ വിമാനത്താവളത്തിലെ ഹാങ്കറിലേക്ക് മാറ്റിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ, അറ്റകുറ്റപ്പണികളെല്ലാം നടത്താമെന്ന്. അത് ആദ്യം അംഗീകരിച്ചില്ലെങ്കിൽ പോലും പിന്നീട് നിലവിൽ അത് അംഗീകരിക്കുന്ന നിലപാടിലേക്കാണ് എത്തിച്ചേർന്നത്. എന്തായാലും ഭാരതത്തിന്റെ നടപടികളോട് അവർ ബ്രിട്ടീഷ് സർക്കാർ നന്ദി അറിയിക്കുകയും ചെയ്തു. ഹൈക്കമ്മീഷണർ നന്ദി അറിയിക്കുകയും ചെയ്തു. കാരണം ഇത്രയും ദിവസം ഈ ലാൻഡ് ചെയ്യാനുള്ള അവസരം നൽകുകയും വിമാനം സംരക്ഷിക്കുകയും ചെയ്തു. അതിന് നന്ദി അറിയിക്കുന്നതായും അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ 14-ാം തീയതി രാത്രിയാണ് വിമാനം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുന്നത്. ഇന്ധനം തീർന്നതിനെ തുടർന്ന് അടിയന്തര ലാൻഡിംഗ് നടത്തണമെന്ന് ഒരു അറിയിപ്പ് ലഭിച്ചു. ഒരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. തുടർന്ന് സർക്കാർ ഇത് അംഗീകരിക്കുകയായിരുന്നു. അതിനുശേഷം അടിയന്തര ലാൻഡിംഗ് നടത്തി. ലാൻഡിംഗിന് ശേഷം ഇത്
വിമാനം പറക്കാൻ, അതായത് ഇന്ധനം തീർന്നതിന് ശേഷമാണ് ലാൻഡിംഗ് എന്നാണ് അറിയിച്ചത്. ഇന്ധനം നിറച്ച ശേഷം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പറക്കാൻ തുടങ്ങിയെങ്കിൽ പോലും ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാറ് മൂലം വിമാനത്തിന് പറക്കാനായില്ല. തുടർന്ന് അറ്റകുറ്റപ്പണികൾ പ്രാഥമിക ഘട്ടത്തിൽ നടത്തി. ആ അറ്റകുറ്റപ്പണികളിലും വിമാനത്തിന്റെ തകരാറ് പരിഹരിക്കാൻ കഴിയില്ല. കൂടുതൽ സംഘം ഷിപ്പിൽ നിന്നടക്കം അതോടൊപ്പം തന്നെ ബ്രിട്ടനിൽ നിന്നടക്കം കൂടുതൽ സംഘം എത്തുകയും പരിശോധനകൾ നടത്തുകയും ചെയ്തു. എങ്കിൽ പോലും ഇതിന് പ്രശ്നപരിഹാരം കാണാൻ കഴിഞ്ഞില്ല. തുടർന്ന് എയർലിഫ്റ്റ് ചെയ്യാനടക്കമുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. വിമാനം എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് കപ്പലിലേക്ക് എത്തിക്കാമെന്നൊരു നീക്കങ്ങളടക്കം നടത്തിയെങ്കിൽ പോലും പിന്നീട് അതും ഫലവത്തായില്ല. തുടർന്നാണ് ഇപ്പോൾ ഇവിടെ ഉള്ള വിമാനത്താവളത്തിനുള്ളിൽ തന്നെയുള്ള ഹാങ്കറിൽ സംരക്ഷിച്ചുകൊണ്ട് അറ്റകുറ്റപ്പണികൾ നടത്തി വിമാനം കൊണ്ടുപോകാമെന്നൊരു നിലയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിന്റെ ഉദ്യോഗസ്ഥർ പൂർണ്ണമായ സുരക്ഷയിലായിരിക്കും വിമാനം ഈ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന ഹാങ്കറിൽ സംരക്ഷിക്കുക. നിലവിൽ വിമാനത്താവളത്തിൽ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ ആണ് മറ്റ് തകരാർ പരിഹരിക്കുവാനുള്ള ശ്രമം നടത്തുക എന്നും ബ്രിട്ടീഷ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ബ്രിട്ടനിൽ നിന്നുള്ള കൂടുതൽ സംഘം, അതും കൂടുതൽ ഈ ഉപകരണങ്ങളുമായിട്ട് കൂടുതൽ സംഘം എത്തും. കൂടുതൽ സംഘം എത്തിയതിനു ശേഷം മാത്രമായിരിക്കും പൂർണ്ണ സുരക്ഷയിലായിരിക്കും ഹാങ്കറിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. ജമ്മുകാശ്മീരിൽ ഉധംപൂരിൽ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. മേഖലയിൽ ഇന്നലെ രാവിലെ മുതൽ ആരംഭിച്ച ഓപ്പറേഷനിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരനെ സൈന്യം വധിച്ചിരുന്നു. 3 ഭീകരർ കൂടി പ്രദേശത്തുണ്ടെന്നും പരിശോധന തുടരുകയാണെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. ജമ്മുകശ്മീരിൽ ഉദ്ധംപൂരിൽ ബസന്ത്ഗഡിൽ ബിഹാലി മേഖലയിൽ ഭീകരരെ കണ്ടെത്തുന്നതിനുള്ള തിരച്ചിൽ തുടരുകയാണ്. 4 ഭീകരർ തമ്പടിച്ചിട്ടുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാവിലെ മുതലാണ് പ്രദേശത്ത് സൈന്യവും CRPF-ഉം ജമ്മുകശ്മീർ പോലീസും സംയുക്തമായി പ്രത്യേക ഓപ്പറേഷൻ ആരംഭിച്ചത്. തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ സുരക്ഷാസേന വധിച്ചു. മൗലവി എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന ജെയ്ഷെ കമാൻഡറെയാണ് സൈന്യം വധിച്ചത്. ഇയാൾ മുൻപ് നടന്ന ഭീകരാക്രമണങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 3 ഭീകരർ കൂടി പ്രദേശത്തുണ്ടെന്നും കൂടുതൽ സേനാവിന്യാസം നടത്തി പരിശോധന തുടരുകയാണെന്നും ജമ്മു റേഞ്ച് IG ഭീംസെൻ ടൂട്ടി അറിയിച്ചു. മഴയും പ്രതികൂല കാലാവസ്ഥയും തിരച്ചിലിന് പ്രതിസന്ധിയാകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. बसंतगढ़ में ये एनकाउंटर कल से चल रहा है. 4 आतंकवादी थे, जिसमें से एक को हम लोगों ने कल ही न्यूट्रलाइज किया. बाकी 3 की तलाश आज जारी है. അമർനാഥ് തീർത്ഥാടന യാത്ര ആരംഭിക്കുന്നതിനു മുൻപായി ജമ്മുകശ്മീരിൽ സുരക്ഷാ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. പ്രധാന വഴികളിൽ CCTV നിരീക്ഷണം ഏർപ്പെടുത്തി. അതിർത്തി മേഖലകളിലും മുൻപ് ഭീകര സാന്നിധ്യം റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിലും പ്രത്യേക പരിശോധന നടക്കുന്നുണ്ട്. ജനം, ഡൽഹി. ബംഗ്ലാദേശിൽ ഹിന്ദുക്കളോടുള്ള അസഹിഷ്ണുതയ്ക്ക് അറുതിയില്ല. തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഭീഷണിക്ക് പിന്നാലെ ദുർഗാക്ഷേത്രം ഇടിച്ചു നിർത്തി മുഹമ്മദ് യൂനുസ് സർക്കാർ. ഹിന്ദു വിശ്വാസികളുടെ പ്രതിഷേധം വകവയ്ക്കാതെയാണ് സർക്കാരിന്റെ നടപടി. സംഭവത്തെ ഭാരതം അപലപിച്ചു. തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ താൽപ്പര്യങ്ങൾക്കൊപ്പം ചേർന്ന് ഹിന്ദു വിശ്വാസങ്ങൾക്ക് നേരെ അതിക്രമങ്ങൾ തുടരുകയാണ് മുഹമ്മദ് യൂനുസ് സർക്കാർ. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ധാക്കയിലെ ദുർഗാക്ഷേത്രത്തിന് നേരെയുണ്ടായ അതിക്രമം. ക്ഷേത്രം പൊളിച്ചു നീക്കണമെന്ന് ഭക്തരെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രം ഇടിച്ചു നിരത്തിയത്. ധാക്കയിലെ ഖിൽഖേത്ത് ദുർഗാക്ഷേത്രമാണ് മുഹമ്മദ് യൂനുസ് സർക്കാർ തകർത്തത്. റെയിൽവേ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ചതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. സ്ഥലത്തെത്തിയ ഹിന്ദു വിശ്വാസികളുടെ പ്രതിഷേധം വകവയ്ക്കാതെ കനത്ത പോലീസ് സുരക്ഷയിൽ ബുൾഡോസർ ഉപയോഗിച്ച് ക്ഷേത്രം ഇടിച്ചു നിർത്തുകയായിരുന്നു. സംഭവത്തെ ഭാരതം അപലപിച്ചു. ഖിൽഖേത്ത് ദുർഗാക്ഷേത്രം പൊളിക്കാൻ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മുറവിളി കൂട്ടുകയായിരുന്നു. ഹിന്ദുക്കളെയും അവരുടെ സ്വത്തുക്കളെയും ആരാധനാലയങ്ങളെയും സംരക്ഷിക്കേണ്ടത് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. സംരക്ഷണം നൽകുന്നതിന് പകരം ഇടക്കാല സർക്കാർ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രതികരിച്ചു. We understand that extremists were clamoring for demolishing the Durga temple in Khilkhet, Dhaka. The interim government, instead of providing security to the temple, projected the episode as illegal land use and they allowed the destruction of the temple today. This has resulted in damage to the deity before it was shifted. We are dismayed that such incidents continue to reoccur in Bangladesh. Let me underline that it is the responsibility of the interim government of Bangladesh to protect Hindus, their properties and religious institutions. ബംഗ്ലാദേശിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിൽ അദ്ദേഹം ആശങ്കയും രേഖപ്പെടുത്തി. നേരത്തെയും ക്ഷേത്രത്തിന് നേരെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഭീഷണി മുഴക്കിയിരുന്നു. ക്ഷേത്രം വളഞ്ഞ ഇസ്ലാമിസ്റ്റുകൾ ഭക്തരോട് ക്ഷേത്രപരിസരം ഒഴിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ പൊളിക്കേണ്ടി വരുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ജനം.
രാജ്യത്തെ നടുക്കി ബംഗാളിൽ വീണ്ടും കൂട്ടബലാത്സംഗം. സൗത്ത് കൊൽക്കത്തയിൽ നിയമവിദ്യാർത്ഥിനിയെ തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിലാണ് പീഡിപ്പിച്ചത്. സംഭവത്തിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മനോജിത് മിശ്രയടക്കം 3 പേർ അറസ്റ്റിലായി. സൗത്ത് കൊൽക്കത്തയിലെ ലോ കോളേജിൽ ഇന്നലെയാണ് സംഭവം. പരീക്ഷാ സംബന്ധമായ കാര്യത്തിനായി എത്തിയ വിദ്യാർത്ഥിനിയെ മനോജിത് മിശ്രയുടെ നേതൃത്വത്തിൽ സെക്യൂരിറ്റി ഗാർഡിന്റെ മുറിയിലെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് മനോജിത് മിശ്ര, സൈബ് അഹമ്മദ്, പ്രമിത് മുഖർജി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയുടെ ആദ്യഘട്ട മെഡിക്കൽ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. സാക്ഷികളുടെ മൊഴികൾ പോലീസ് രേഖപ്പെടുത്തി. 3 പ്രതികളെയും അലിപ്പൂർ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. 6 മാസം മുൻപ് നഗരത്തിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ഉണ്ടായതിന് സമാനമായ ക്രൂരതയാണ് നിലവിൽ സംഭവിച്ചത്. അന്ന് രാജ്യവ്യാപക പ്രതിഷേധങ്ങൾക്ക് സംഭവം കാരണമായിരുന്നു. സംസ്ഥാനത്ത് നിയമവാഴ്ച തകർന്നു എന്നാരോപിച്ച് BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ രംഗത്ത് വന്നിട്ടുണ്ട്. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി. അനധികൃത കുടിയേറ്റക്കാരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ സുപ്രധാന നീക്കവുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2003-4 സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഇടം നേടിയവർ ഭാരത പൗരന്മാരാണെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം സമർപ്പിക്കണം. ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ നടപടികൾ ആരംഭിച്ചു. അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാർ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് എന്ന ആരോപണം നേരത്തെ മുതൽ ശക്തമാണ്. ഈ പശ്ചാത്തലത്തിലാണ് ശക്തമായ നടപടിയുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തു വന്നത്. 2003-2004 സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഇടം നേടിയവർ ഇന്ത്യൻ പൗരന്മാരാണെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു. നിലവിലുള്ളവർക്കും പുതിയ വോട്ടർമാർക്കും നിർദ്ദേശം ബാധകമാണ്. ഏത് നിലയ്ക്കാണ് പൗരത്വം ലഭിച്ചതെന്ന് പ്രത്യേകം ബോധ്യപ്പെടുത്തണം. ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ ഇതിനുള്ള നടപടികൾ ആരംഭിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ തീരുമാനം പിന്നീട് നടപ്പാക്കും. അതേസമയം 2003 ബീഹാർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ നിന്ന് കൂടുതൽ രേഖകൾ ആവശ്യപ്പെടില്ല. പിന്നീട് പട്ടികയിൽ ചേർന്ന എല്ലാ വോട്ടർമാരും തങ്ങൾ 18 വയസ്സ് കഴിഞ്ഞവരാണെന്നും മണ്ഡലത്തിലെ സ്ഥിര താമസക്കാരാണെന്നും ബോധ്യപ്പെടുത്തണം. പൗരത്വ വിവരങ്ങൾ അംഗീകരിച്ച 11 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് എന്നിവയും സമർപ്പിക്കണം. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി. സുപ്രധാനം ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി ക്ലബ്ബ് അൽ നസറിൽ തന്നെ തുടരും. അൽ നസറുമായുള്ള കരാർ 2 വർഷം കൂടി നീട്ടി. സൗദി പ്രോ ലീഗിന് ശേഷം ക്ലബ്ബ് വിടുമെന്ന് റൊണാൾഡോ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ 2027 വരെ കരാർ നീട്ടിയെന്നാണ് റിപ്പോർട്ടുകൾ. അൽ നസറിനായി 105 മത്സരങ്ങളിൽ നിന്ന് 93 ഗോളുകളും 19 അസിസ്റ്റുകളും ക്രിസ്ത്യാനോ നേടിയിട്ടുണ്ട്. രാജ്യാന്തരം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.